തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ആന്റോ ആന്റണി എംപിയും CPIM നേതാവ് KP ഉദയഭാനുവും തമ്മിലുള്ള പോര് മുറുകുന്നു. ഉദയഭാനു ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട ആന്റോ ആന്റണി വക്കീൽ നോട്ടീസ് അയച്ചു. മാപ്പ് പറയേണ്ടത് ആന്റോ ആന്റണിയാണ് എന്നാണ് KP ഉദയഭാനുവിന്റെ നിലപാട്. വക്കീൽ നോട്ടീസിന് ആദ്യം KP ഉദയഭാനു മറുപടി പറയട്ടെ എന്നും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറെന്നുമാണ് 24 ആന്റോ ആന്റണിയുടെ പ്രതികരണം. സമൂഹത്തിന് മുന്നിൽ മാനത്തിൻ്റെ ഉടുതുണി അഴിഞ്ഞ് നിൽക്കുന്ന ആന്റോ ആന്റണിക്ക് എന്ത് മാനനഷ്ട കേസ്? ആന്റോ ആന്റണി NN രാജുവിൻ്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചു എന്നുള്ളത് NN രാജു പത്രസമ്മേളനം നടത്തി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആന്റോ ആന്റണി പൈസ വാങ്ങിച്ചിട്ടെന്ന് ഇന്നും സമ്മതിച്ചിട്ടുണ്ട്. ആന്റോ ആന്റണിയാണ് മറുപടി പറയേണ്ടത്. എങ്ങനെയാണ് പൈസ വാങ്ങിച്ചത്? ഞാനിങ്ങനെ പൈസ വാങ്ങിച്ച് എനിക്ക് ആവശ്യമുള്ള എന്നോട് ക്ഷമിക്കണമെന്ന് സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയണം. ആദ്യം പറയട്ടെ. അല്ല ശരിയല്ല, ആയിക്കോട്ടെ. ലീഗൽ നോട്ടീസിന് ലീഗലായിട്ടുള്ള മറുപടി തരണം. തന്നു കഴിഞ്ഞിട്ട് പറയും. ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഏതന്വേഷണവും അത് ഉദയഭാനുവും കൂടെ ഒന്ന് തയ്യാറായിട്ടിരുന്നോളാൻ പറഞ്ഞു. കുറിനും വിനിത വിജയമാ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ഷിജോയിലേക്ക് പോകുന്നു. ഷിജോ, ഇതിൽ നെടുമ്പറം ഫിനാൻസിൽ തന്ത്രിയിട്ട 2.5 കോടി ആന്റോ ആന്റണി വാങ്ങി എന്നതായത് ഉദയഭാനു ആദ്യം പറഞ്ഞത്. പിന്നെ അദ്ദേഹം തിരുത്തി പറഞ്ഞത് ഈ തന്ത്രിയുടെ 2.5 കോടി അവിടെ ഉണ്ട് എന്ന് SIT പറഞ്ഞു എന്നാണ്. SIT എവിടെ പറഞ്ഞു എന്ന് ആരും അറിയില്ല. അപ്പോൾ അവിടെ അതിലൊരു സ്റ്റില്ലൊരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ അന്തരീക്ഷത്തിൽ തന്ത്രിയുടെ 2.5 കോടി പറഞ്ഞെങ്കിലും ED പരിശോധന എന്തെങ്കിലും വ്യക്തമുണ്ടോ എന്നറിയില്ല. തന്ത്രിക്കെതിരെ സമർപ്പിക്കപ്പെട്ട ജാമ്യ ഹർജികളൊന്നും ഈ 2.5 കോടി കാര്യം SIT പറയുന്നുമില്ല. എന്താണ് അതിൽ ഉദയഭാനുവിന്റെ പ്രതികരണം ഷിജോ? ഹാഷ്മി, ഇത് ഭയങ്കര രസകരമായിട്ട് അങ്ങ് പ്രത്യാരോപണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സംബന്ധിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, വരും ദിവസങ്ങളിൽ ഈ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആന്റോ ആന്റണിയും KP ഉദയഭാനുവും പ്രത്യാരോപണങ്ങളുമായിട്ട് ഒരു ദിവസവും മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അത് കൃത്യമായിട്ട് ശരിയാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് ആന്റോ ആന്റണി MP KP ഉദയഭാനുവിന് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള KP ഉദയഭാനുവിന്റെ ആരോപണങ്ങൾക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ വക്കീൽ നോട്ടീസിൽ പ്രധാനമായിട്ട് ആന്റോ ആന്റണി MP പറയുന്നത് വസ്തുതാവിരുദ്ധവും അപകീർത്തികരവുമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ KP ഉദയഭാനു പറഞ്ഞു. ഇതിന് ആന്റോ ആന്റണി ഇതിനകത്ത് KP ഉദയഭാനു നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടണം എന്നുള്ള കാര്യമാണ് ആന്റോയുടെ വക്കീൽ നോട്ടീസിനകത്തുള്ളത്. പക്ഷേ അപ്പോഴും താൻ പറഞ്ഞ വാചകത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആ കാര്യം തന്നെ ആവർത്തിച്ച് പറയുകയാണ് KP ഉദയഭാനു ചെയ്യുന്നത്. സമൂഹത്തിന് മുമ്പിൽ മാനത്തിന്റെ ഉടുതുണി അഴിഞ്ഞു നിൽക്കുന്ന ആന്റോ ആന്റണി MPക്ക് എന്ത് മാനനഷ്ട കേസ് അല്ലെങ്കിൽ എന്ത് മാനനഷ്ടം എന്നുള്ള കാര്യമാണ് KP ഉദയഭാനു ഒരു പരിഹാസ രൂപയാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ധനകാര്യ സ്ഥാപനത്തിൽ തന്ത്രിയുടെ 2.5 കോടി രൂപയുണ്ട്. ബാങ്ക് പൊളിഞ്ഞപ്പോൾ ഇതിനകത്ത് 2 കോടി രൂപ ആന്റോ ആന്റണി MP വാങ്ങി. അത് ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഈ 2 കോടി രൂപ ഇവിടുന്ന് വാങ്ങി എന്നുള്ള കാര്യങ്ങൾ NM രാജു തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് തിരികെ കൊടുത്തത് ആന്റോ ആന്റണി വെറും 20 ലക്ഷം രൂപ മാത്രമാണ്. ഇങ്ങനെ 2 ആരോപണങ്ങളാണ് KP ഉദയഭാനു പറഞ്ഞത്. ഇത് രണ്ടും തീർത്തും വസ്തുതാവിരുദ്ധമാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആന്റോ ആന്റണി രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴും താൻ ഈ പറഞ്ഞ വാചകത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ ഒരുക്കമല്ല. ഇത് മാധ്യമങ്ങളോട് അറിഞ്ഞതാണ്. ഇത് SIT പറഞ്ഞതാണ്. SIT പറഞ്ഞ കാര്യങ്ങൾ ദൃശ്യ മാധ്യമങ്ങളോട് അറിഞ്ഞു. അത് താൻ പറയുകയും ചെയ്തതാണ്. ആ പറഞ്ഞതിനകത്ത് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് KP ഉദയഭാനുവിന്റെ വാദം. അതിനകത്ത് എന്ത് രീതിയിലുള്ള നിയമ നടപടി നേരിടാനും താൻ തയ്യാറാണ്. മാനനഷ്ട കേസ് വന്നോട്ടെ, അത് അപ്പോൾ നോക്കാം. 1 കോടി രൂപയൊക്കെ അല്ലേ, അത് ചെറിയ തുകയൊന്നുമല്ല. എന്നാൽ പോലും താനത് നോക്കിക്കോളാം. ആന്റോ ആന്റണി MP ആണ് സമൂഹത്തോട് മാപ്പ് പറയേണ്ടത് എന്നുള്ള വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു KP ഉദയഭാനു. അതോടൊപ്പം തന്നെ അദ്ദേഹം ആന്റോയ്ക്കെതിരെ പറഞ്ഞ വാചകങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ ഇന്നെന്തായാലും അദ്ദേഹം ഒരുക്കമായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാചകത്തിൽ നിന്ന് ഒരല്പം മലക്കം മറിച്ചിൽ ഇന്നലെ അദ്ദേഹം നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും വരുമ്പോൾ ആ പറഞ്ഞ വാചകത്തിൽ ആന്റോ അവിടുന്ന് സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട്, അതിൽ 20 ലക്ഷം രൂപ മാത്രമാണ് കൊടുത്തത്, ആന്റോയാണ് പൊതുസമൂഹത്തിന് മാപ്പ് പറയേണ്ടത്, അങ്ങനൊരു വാദത്തിൽ KP ഉദയഭാനു ഉറച്ചു നിൽക്കുകയാണ്. നിയമപരമായിട്ട് ഏതൊക്കെ രീതിയിൽ എന്ത് വക്കീൽ നോട്ടീസ് വന്നാലും അതിനെയൊക്കെ താൻ നിയമപരമായിട്ട് നേരിട്ടുകൊള്ളാം, ആന്റോ ആന്റണി സമൂഹത്തോട് മാപ്പ് പറയണം എന്നുള്ള വാദം കൂടി KP ഉദയഭാനു ഉന്നയിക്കുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.